ഹായ് സ്റ്റുഡൻസ്, ഞാൻ ഡോക്ടർ രാജീവ്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ നീറ്റ് അധ്യാപന രംഗത്തുണ്ട്. ഇനി മുതൽ സൈലത്തിനോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. ഈ വരുന്ന മെയ് 7-ാം തീയതി നിങ്ങളെല്ലാവരും നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോവുകയല്ലേ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് മക്കളെ. ഈ കഴിഞ്ഞ 1 വർഷമായി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് നല്ല പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എക്സാമിനേഷന് പോകുമ്പോൾ ആ ഒരു കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ പോകുക. യാതൊരു തരത്തിലുള്ള ടെൻഷനും നിങ്ങളെ ബാധിക്കേണ്ട ഒരു കാര്യവുമില്ല. എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ സൂപ്പർ കൂളായിരിക്കാൻ വേണ്ടി നല്ല പോലെ ശ്രദ്ധിക്കുമല്ലോ. OMR ഷീറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി പൂരിപ്പിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ബയോളജി ആയിരിക്കണം നിങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്. ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആണ് ട്രെൻഡ് എങ്കിൽ ഇപ്രാവശ്യവും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ്ങും എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ശ്രദ്ധാപൂർവം വായിച്ച് ആ ക്വസ്റ്റ്യൻ നല്ല പോലെ മനസ്സിലാക്കി. ചില സമയത്തിൽ ക്വസ്റ്റ്യനിൽ നോട്ട് ഉണ്ടായിരിക്കും, ഇൻകറക്റ്റ് ഉണ്ടായിരിക്കും. അതെല്ലാം ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യൻ നല്ല പോലെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. 4 ഓപ്ഷനുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അതിലെ ഏറ്റവും കൃത്യമായ ഉത്തരം തിരഞ്ഞെടുത്ത് അതായിരിക്കണം നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം സൂപ്പർ ഈസി ആയിരിക്കും. യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ പോയി എക്സാം എഴുതി വരൂ. ഓൾ ദ ബെസ്റ്റ്.